ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നമ്മുടെ വൂൾവറിനെ തപ്പി പല വെർഷൻസ് ഓഫ് വൂൾവറിനെ തപ്പിയിട്ട് നമ്മുടെ ഡെഡ്പൂളും മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ ഒരു യൂണിവേഴ്സിൽ മാത്രം നമ്മുടെ വൂൾവറിൻ ക്ലാസിക് വൂൾവറിൻ ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു ബാറ്റിൽ കാണിച്ചിട്ടുണ്ടാവും. സോ ആ ഒരൊറ്റ തട്ടിൽ തന്നെ ഹൾക്ക് ഡെഡ്പൂളിനെ ആ മരത്തിൽ പറ്റി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. സോ അവിടെ നമ്മുടെ ഹൾക്കും വൂൾവറിനും തമ്മിൽ എന്തിനാണ് അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി അതാണ് ശരിക്കുള്ള നമ്മുടെ വൂൾവറിൻ്റെ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഹൾക്കിൻ്റെ ഒരു വില്ലനായിട്ടാണ് ശരിക്കും വൂൾവറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അഫ്കോഴ്സ് നമ്മുടെ ഹൾക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണം എന്ന് വേണ്ടി ചെയ്യുന്നതല്ല, പുള്ളി സമാധാനം തപ്പി പോവുകയാണ്. അങ്ങനെ പുള്ളി ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് നാശനഷ്ടങ്ങളായിട്ട് ജനങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി ഒരു ഘട്ടത്തിൽ കാനഡയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാണ്. അഫ്കോഴ്സ് കാനഡ ഗവൺമെൻറ് പുള്ളിനെ ഹൾക്കിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ്. അങ്ങനെ വെൻഡിഗോ എന്ന് പറയുന്ന ഒരു വില്ലനുമായിട്ട് നമ്മുടെ ഹൾക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് കനേഡിയൻ ഗവൺമെൻറ്റിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ ഹൾക്കിനെ എതിർത്ത് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഓപ്ഷൻ വെപ്പൺ എക്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഈ ഹൾക്കിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൂൾവറിനെ ഇറക്കാണ്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഫസ്റ്റ് ഫൈറ്റ് നടക്കുന്നത്. സോ ഈ ഫൈറ്റിൻ്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ഫൈറ്റിൻ്റെ അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മുടെ വൂൾവറിനും ഹൾക്കും കൂടി ടീമപ്പ് ചെയ്തിട്ട് ആ വെൻഡിഗോനെ ഡിഫീറ്റ് ചെയ്യുന്നു. അവസാനം നമ്മുടെ വൂൾവറിനും ഹൾക്കും തമ്മിൽ വീണ്ടും ഫൈറ്റായിട്ട് നമ്മുടെ ഹൾക്ക് വൂൾവറിനെ 2 കഷ്ണാക്കി പിച്ച് കറിയും പുള്ളിയുടെ കൈയും കാലും ഒക്കെ. എന്നിട്ട് വീണ്ടും ഇവർ തമ്മിലുള്ള ആ റൈവലറി പിന്നെ തുറന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഹൾക്കും വൂൾവറിനും തമ്മിൽ എപ്പോൾ കണ്ടാലും തല്ലായിരിക്കും. അങ്ങനെ ഇതിന് ശേഷമാണ് നമ്മുടെ പ്രൊഫസർ എക്സ് വെപ്പൺ എക്സ് ആയിട്ടുള്ള വൂൾവറിനെ എക്സ്മാനിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ.